ഇത്തവണത്തെ കൗൺസിലിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മരാമത്ത് പണികളും അതുപോലെ നിരവധി സാമൂഹ്യക്ഷേമ പെൻഷൻ്റെയും വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ഇത്തവണത്തെ അജണ്ട തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട മേയർ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ LDF-ൻ്റെ UDF-ൻ്റെ കൗൺസിലർമാർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും സഭ തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത്. സ്വാഭാവികമായിട്ട് സഭാ അധ്യക്ഷൻ എന്ന വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൗൺസിലർമാർക്ക് മുമ്പാകെ നേരത്തെ തന്നെ വിതരണം ചെയ്ത അജണ്ടയിലുള്ള വിഷയങ്ങൾ ചിലത് മാത്രം മാറ്റിവെക്കുകയും ബാക്കിയെല്ലാം തന്നെ പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ തുടർന്ന് തിരുവനന്തപുരം നഗരസഭയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള കൗൺസിലർമാരുടെ ഹാജർ ബുക്ക്, ആ അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് ഈ ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ UDF കൗൺസിലർമാർ തട്ടിയെടുത്തുകൊണ്ട് അത് നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ഹാജർ ബുക്കിന് വളരെയേറെ ആധികാരികമായിട്ട് വിലയുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഒരു നഗരസഭയുടെ ഒരു ചെയർപേഴ്സൺ എന്ന രീതിയിൽ ശ്രീ ചെമ്പഴന്തി ഉദയൻ അദ്ദേഹം പോയി ആ പുസ്തകം തിരിച്ചാവശ്യപ്പെടുകയും പക്ഷേ അദ്ദേഹത്തെ ഏകപക്ഷീയമായിട്ട് ആദ്യമേ തന്നെ അദ്ദേഹത്തിനെ ആക്രമിക്കുകയും നെഞ്ചിലിടിക്കുകയും ഷർട്ട് വലിച്ച് കീറുകയൊക്കെ ചെയ്യുകയാണ് UDF-ൻ്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായിട്ട് അതിനെ ചൊല്ലിയിട്ടുള്ള ഉന്തും തള്ളുമാണ് ഇന്നത്തെ കൗൺസിൽ ഉണ്ടായത്. ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിശ്വാസ പ്രമേയം മറ്റുമൊക്കെ കൊണ്ടുവന്ന് അങ്ങാടിയിൽ തോറ്റുപോയതിൻ്റെ വിഷമമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അദ്ദേഹത്തിന് ഒരു പ്രസക്തമല്ല എന്ന് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ, നഗരസഭയുടെ രാഷ്ട്രീയത്തിൽ പ്രസക്തനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം തെളിയിച്ചതാണ്. വീണ്ടും എങ്ങനെയെങ്കിലും മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ ശ്രദ്ധയും പിടിച്ചുപറ്റാനുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് അദ്ദേഹം ഇവിടെ കളിച്ചിട്ടുള്ളത്. നമ്മുടെ വനിതാ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ പരിക്കുകളുണ്ട്. അവരൊക്കെ തന്നെ ചികിത്സ തേടി ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും BJP ഇനിയിപ്പോൾ UDF LDF ഒരുമിച്ച് വന്ന് നിന്നാൽ പോലും അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് BJP-യുടെ ഉറച്ച തീരുമാനം. അതിന് മേയർ VV രാജേഷ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് BJP-യുടെ എല്ലാ കൗൺസിലർമാരും നഗരത്തിലെ ജനങ്ങളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന് നെഞ്ചിന് നല്ലൊരു മർദ്ദനം ഏറ്റിട്ടുണ്ട്. അദ്ദേഹം അതനുസരിച്ചിട്ട് ആശുപത്രി ചികിത്സ തേടിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷ്വലുകളിൽ തന്നെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം അദ്ദേഹത്തിൻ്റെ ഷർട്ട് വലിച്ചു കയറി അദ്ദേഹത്തിനെ മർദ്ദിക്കുന്ന വിഷ്വലുകൾ തന്നെയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ തുടർന്നുണ്ടായിട്ടുള്ള ഉന്തും തള്ളലുമാണ് പിന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായിട്ട് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കൗൺസിൽ യോഗത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിലും UDF-ൻ്റെ ഇത്തരത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റങ്ങളെ നമ്മൾ ഒരു തരത്തിലും BJP അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും, രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും. അല്ല, കൈ സ്വാഭാവികമായിട്ട് അന്നത്തെ ഈ മേയറുടെ ഉപരോധ സമരത്തിൽ കൈ പുറകിൽ നിന്ന് നമ്മളെ തള്ളിയിടുന്ന സമയത്ത് മേയറോടൊപ്പം നടന്നു വന്ന ഞാനും വീഴുകയുണ്ടായി. അങ്ങനെ കൈ കുത്തി വീണാണ് എൻ്റെ കൈക്കുണ്ടായിട്ടുള്ള ഈ പരിക്ക്. അത് ചികിത്സിച്ച് വരികയാണ്, ക്രമേണ മാറിക്കൊള്ളും. നമ്മളെന്തായാലും BJP മുന്നോട്ട് തന്നെ